നമസ്കാരം. നമ്മളിപ്പോൾ വല വലിച്ച് ഏകദേശം ഒനമ്പത്തുനിന്നോടി ആലപ്പുഴ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവട്ടെ. അപ്പോൾ രാവിലെ തന്നെ ഇഷ്ടംപോലെ ബോട്ടുകളാണ് ഈ ഗ്രൗണ്ടിൽ വലിക്കാനായിട്ടുള്ളത്. നോക്കി എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 100 ബോട്ടുകളും ഉണ്ടാവട്ടെ, അതിൽ കൂടുതലുണ്ടെങ്കിൽ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വല കയറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാഭമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ വില അനുസരിച്ച് നമുക്ക് ലാഭം പറയാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ കടത്തിലേക്ക് പോകില്ല ബോട്ട്. അപ്പോൾ അതെ, വയർ റോപ്പ് എല്ലാം കയറി കഴിഞ്ഞ് ഇനി അടുത്ത് സീ റോപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. സീ റോപ്പ് കയറിക്കൊണ്ടിരിക്കണ കഴിഞ്ഞാൽ നമ്മുടെ വല, അതായത് ഫ്ലോട്ടെല്ലാം പൊന്തി വരോട്ടെ. കണ്ട അതെ, ഫ്ലോട്ടെല്ലാം പൊന്തി വന്നിട്ടുണ്ട്. തൊട്ടടുത്തേ കൂടി ഇമാനുവൽ എന്ന് പറയുന്ന ബോട്ട് വലിച്ചുകൊണ്ടാണ് എൻ്റെ ഈ കാണുന്നത്. ചില സമയങ്ങളിൽ കടൽ ഇത്രയും വലുതാണെങ്കിലും ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുമ്പോൾ ചിലപ്പോൾ ബോർഡുകൾ തമ്മിലൊക്കെ ഉടക്കുകയും അതുപോലെ അപകടങ്ങളൊക്കെ പറ്റാറുണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയാണെങ്കിൽ ആ കൊമ്പില്ലാത്തൊരു ബോട്ടും വലിച്ചുകൊണ്ടുണ്ട് കേട്ടോ. അങ്ങനെ വല ഏകദേശം കയറി വന്നിട്ടുണ്ട്. ഒക്ടോബസിൻ്റെ കുറച്ച് സവിശേഷതകൾ പറഞ്ഞുതരാട്ടാ. ഇത് നിങ്ങൾക്ക് 3 ഹൃദയം ഉണ്ടാവും, അതുപോലെ 8 കാലുകളുണ്ടാവും. ഓരോ കാലിലും 100-ലേറെ സക്ഷൻ കപ്പുകളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ വിരൽ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സക്ഷൻ കപ്പ് വെച്ച് ഇവൻ പിടിച്ചേക്കണേ ഈ കാണാം. 4 സക്ഷൻ കപ്പ് വെച്ച് ഞാനിവനെ പൊക്കിയെടുത്തിട്ടാ. അപ്പോൾ ഒന്ന് ആലോചിക്കണം, വലയിൽ അവശതയായിട്ട് വന്നിട്ടും ഈ പവർ അപ്പോൾ എന്തായിരിക്കും ഇതിനെ എരനെ പിടിക്കുമ്പോഴുള്ള പവർ. അങ്ങനെ നമ്മുടെ കോടൻ്റ് അടുത്തെത്തിയിട്ടുണ്ട്. ചരക്ക് പൊക്കി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയ കിനാവള്ളിയെല്ലാം നേരെ ഒരു ബോക്സിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ വല കയറി ഒന്ന് വല പൊട്ടിച്ചിട്ട് എന്തൊക്കെ ചരക്കാണ് നമുക്ക് അതിലുള്ളതെന്ന് നോക്കാട്ടെ. വല പൊട്ടി വീണതും അതുപോലെ കിളിമീൻ കൂട്ടത്തിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ ഞണ്ടുകൂട്ടന്മാരുണ്ട് കേട്ടോ. ഈ ഞണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കാനായിട്ട് ഉപയോഗിക്കില്ല. ഇതാണ് നമ്മുടെ സ്പൈഡർ ക്രാബിൻ്റെ ഇനത്തിൽപ്പെട്ടൊരു ഞണ്ടാണ്. ഇത് കണ്ട ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർ പെട്ടെന്നൊന്നും ചാവേമില്ല കേട്ടോ. നോക്കിയേ പോണണ്ട, ചവറ് പോലെയാണ് നമ്മുടെ ഈ സ്പൈഡർ ക്രാബ് ഈ വലയിൽ കിട്ടിയേക്കണേട്ടാ. കണ്ടതും കാണാത്തതുമായ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കടലിലുള്ളതല്ലേ. അപ്പോൾ ഇവരിത് അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ചാവില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മീനിൻ്റെ ഇടയിൽ നിന്ന്, മീനിന് ജീവനില്ല പക്ഷേ ഇവർക്ക് ജീവനുണ്ട്. ഇവരതിൽ നിന്ന് നേരെ രക്ഷപ്പെടാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മ ഇതിനെടുക്കില്ല, നേരെ കടലിലേക്ക് തന്നെ തിരിച്ച് കളയേ ചെയ്യുള്ളൂ. അപ്പോൾ അതെ, കിളിമീൻ കിട്ടിയിട്ടുണ്ട്. കൂടുതലും നമുക്ക് കിട്ടിയാണ് കിളിമീനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം നോക്കി കണ്ട, ഇതിൻ്റെ ശരീരം നോക്കി നമ്മുടെ സാധാരണ ഞണ്ടിനെ പോലെയല്ല, വ്യത്യസ്തമായിട്ടുള്ള ഞണ്ടാണ്ട്. രാവിലത്തേക്ക് കഴിക്കാനായിട്ടുള്ള അരി നമ്മൾ വെക്കേണ്ട. അപ്പോൾ ഇത്രയും വലിയ കുക്കറിലാണ് നമ്മൾ അരി വെക്കണത്, കാരണം 10-13 പേരുണ്ടാവില്ല. പിന്നെ ഇന്ന് കഴിക്കാനായിട്ട് ഞണ്ടാണ്ട. ഈ ഞണ്ട് പലരും കഴിച്ചിട്ടുണ്ടാകും, കടൽ ഞണ്ടാണ്ട. ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഞണ്ട് വെച്ചിട്ടൊരു കിടിലൻ കറിയൊക്കെ വെച്ച് നമുക്ക് തകർക്കാട്ടെ. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിൽ വെക്കണം എന്ന് വെച്ചാൽ വേറൊരു രീതിയാണ്. നിങ്ങൾ വീട്ടിൽ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. ആദ്യം തന്നെ ഇഡ്ഡലിപ്പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഞണ്ടിനെല്ലാം കൂടി നേരെ പുഴുങ്ങാനായിട്ട് വെക്കേണ്ട. ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അതേസമയം നമ്മുടെ ചേട്ടന്മാർ ഇവിടെ കിട്ടിയ മീനുകളെല്ലാം തരംതിരിഞ്ഞ് ഓരോരോ ബോക്സിലേക്ക് ആക്കിക്കൊണ്ടിരിക്കേണ്ട. നമ്മൾ വലയിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞണ്ട് ഇതുപോലെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല ചുവന്ന കളറായിട്ടുണ്ട് കേട്ടോ. വിൽസണളീന് ഇതിൻ്റെ തോടെല്ലാം മാറ്റി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് വേസ്റ്റ് കളഞ്ഞുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ പുഴുങ്ങി എടുക്കുമ്പോഴുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളിയെല്ലാം നമുക്ക് അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളത്. ഞണ്ടിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ ഈ കളിയെല്ലാം അതിൻ്റെ ഇടയണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാലും അതുപോലെ തന്നെ നമ്മുടെ ആ മാംസമുള്ള ആ ഭാഗമെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ആൻറ്റിച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ സവാള, പച്ചമുളക്, തക്കാളി ഇതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കേണ്ട. ഞണ്ട് കറിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കി. അതുപോലെ പുഴുങ്ങിയ ഞണ്ടിൻ്റെ വെള്ളവും കുറച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാമായിട്ട് നേരെ അടുക്കളയിലേക്ക്. അപ്പോൾ മീൻ തിരിഞ്ഞതെല്ലാം നേരെ വലിച്ചു വെച്ച് നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കേണ്ട. ഏറ്റവും മുന്നിൽ കൂടിയാണ് നമ്മൾ സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കണേണ്ട. നേരെ അടുപ്പ് കത്തിച്ച് അതിനകത്തേക്ക് ഉരുളി വെച്ച് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണയെന്ന് ചോദിച്ചാൽ ഓയിലാണ് ഒഴിച്ചത്. കാരണം വെളിച്ചെണ്ണ നമ്മൾ ഇപ്പോൾ വില കൂടുതലായതിൻ്റെ പേരിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വെച്ചാൽ വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും ഉള്ളത്. കുറച്ച് കടുകിട്ട്, കടുകൊന്ന് പൊട്ടി വന്നപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നേരെ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ കുക്കിംഗ് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അത് കഴിഞ്ഞ് അതൊന്ന് വാടി വരുമ്പോഴേക്കും തക്കാളി ഇട്ട് കൊടുത്തിട്ടാണ്. അധികം മസാലകളൊന്നും ഇടാത്ത ഒരു സിമ്പിളായിട്ടുള്ള ഞണ്ട് കറിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ മഞ്ഞപ്പൊടി നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ മുളക് പൊടി നമ്മൾ മുളകിടണ്ട. അപ്പോൾ എരിവനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഇതെല്ലാം ഇട്ട് സെറ്റായ പച്ചമണമൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു പുഴുങ്ങിയ വെള്ളമില്ലേ, ഞണ്ട് പുഴുങ്ങിയ വെള്ളം കുറച്ചീച്ച ആ മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടാ. കാലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാംസമുള്ള ഭാഗവും ആ ഒരു തോട് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മാംസമുള്ള ആ ഒരു തോടാണ് ഇട്ടേക്കുന്നത്.
അതിനകത്ത് കാല് രണ്ടുമൂന്നെണ്ണം പെട്ടുപോയിട്ടാ, കാല് നമ്മൾ ഇട്ടിട്ടില്ല. ഇത് ആദ്യം ഇടുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം മസാലയൊക്കെ ഉള്ളിൽ പിടിക്കോട്ടെ അങ്ങോട്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ നേരെ അതിൻ്റെ മുകളിൽ കാലിട്ട് കൊടുക്കോട്ടെ. കണ്ട, ഇങ്ങനെയാണ് നമ്മുടെ ബോട്ടിലെ ഞണ്ട് കറി സെറ്റ് ചെയ്തേക്കണേണ്. എന്നിട്ട് പാത്രത്തിലേക്ക് നേരെ കാലെടുത്ത് മാത്രം ഇങ്ങനെ മാറ്റും. കണ്ട, മാംസമുള്ള ആ ഒരു ഭാഗം ഉരുളിയിലും വെക്കോട്ടെ. എന്നിട്ട് നമ്മൾ വിളമ്പാൻ നേരത്ത് ആവശ്യമുള്ളവർക്ക് കാലിട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. വല വലിച്ചുകൊണ്ട് പോണ വഴിയിലെല്ലാം ഇഷ്ടംപോലെ കടൽക്കാക്കകൾ ഇങ്ങനെ വെള്ളത്തിൽ റെസ്റ്റിലാണ്ടവർ. കണ്ട, ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ആൻറ്റിച്ചേട്ടൻ എല്ലാവർക്കും ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഞണ്ടിൻ്റെ കാല് മാത്രമായിട്ട് ഒരു പാത്രത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മാംസം നമ്മുടെ ഉരുളിയിലാണ്ടുള്ളത്. അപ്പോൾ വലിയ കാലുണ്ട്, ചെറിയ കാലുണ്ട്. കാല് അങ്ങനെ അധികം ആളുകൾ കൂട്ടില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് എടുക്കുക, ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഇടില്ല കേട്ടോ. അപ്പോൾ ഞണ്ട് ഇവിടെ റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞണ്ട് ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതും ഈ കടലിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ലെവൽ തന്നെയാണ് ആ ഒരു വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാല് കടിച്ചു പൊട്ടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാലെല്ലാവരും മാറ്റി വെക്കുകയാണ്. നമ്മുടെ സ്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹെഡ്സെറ്റൊക്കെ വെച്ച് സിനിമയൊക്കെ കണ്ടാണ് പുള്ളി കഴിക്കുന്നത്. അങ്ങനെ എല്ലാവരും ബോട്ടിൻ്റെ ഓരോരോ സ്ഥലങ്ങളിലായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാവരുടെയും കാല് എൻ്റെ പ്ലേറ്റിലേക്കാണ് ഇട്ട്. കണ്ട, ഇഷ്ടംപോലെ കാല് എൻ്റെ പ്ലേറ്റിലുണ്ട്. നമ്മുടെ ബോട്ടിലെ ഷെഫ്, വേറൊരു ഷെഫും കൂടി ഉണ്ട്, ആൻറ്റിച്ചേട്ടൻ അപ്പുറം ഉണ്ട് കേട്ടോ. ഏഴെട്ട് ദിവസമൊക്കെ കടലിൽ കിടക്കുമ്പോൾ മുടിയും താടിയൊക്കെ വളരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് വെട്ടും. ചിലവരുടെ അടുത്ത് ട്രിമ്മറൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ വൈകുന്നേരത്തെ ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിങ്ങനെ അണിയത്ത് വന്നിങ്ങനെ കാറ്റും കൊണ്ടിരിക്കാനുണ്ടല്ലോ, വേറെ ലെവലാണ്. അങ്ങനെയാണ് തൊട്ടടുത്തേ കൂടി തന്നെ MS ഒരു കൂറ്റൻ ഷിപ്പ് പോകണത് കണ്ടേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കണ്ടെയ്നർ അതിൻ്റെ ഉള്ളിലുണ്ട്. കണ്ട, അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിൻ റൂമിലുള്ള വേറൊരു ചെറിയ എഞ്ചിനാണ് ഈ ജനറേറ്റർ. ഇത് വർക്ക് ചെയ്യിപ്പിക്കണം എങ്ങനെയെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ ഇതിൽ പമ്പ് ഉണ്ട്. അപ്പോൾ ആ പമ്പ് ഉപയോഗിച്ച് നമുക്ക് വെള്ളം പുറത്തേക്ക് അടിച്ചളയാൻ പറ്റും. പിന്നെ അതുപോലെ മീൻ കഴുകാനായിട്ട് വലിയ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താണ്ട് ഈ ചെറിയ എഞ്ചിൻ വെച്ച് നമുക്ക് മീൻ കഴുകാൻ പറ്റും വാട്ടർ പമ്പ് ഉപയോഗിച്ച്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്, അതുപോലെ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാലും ജനറേറ്റർ അടിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഒരു കപ്പൽ നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് കൂടി പോവുകയാണ്. രാത്രി കപ്പൽ ഓടിപ്പോകുമ്പോൾ ഇതുപോലെ ഇരിക്കോട്ടെ, ഫുൾ ലൈറ്റ് ഇട്ടൊന്നായിരിക്കില്ല പോകണം, 2-3 ലൈറ്റ് ഉണ്ടാവുള്ളൂ. ആദ്യമേ കാണിച്ച ആ കടൽക്കാക്കില്ലേ, ആ കടൽക്കാക്കയുടെ കുഞ്ഞാണ്ടത് അതെങ്ങനെയോ നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടിട്ട. അപ്പം നേരെ എടുത്തിട്ട് അതിനെ നേരെ വെള്ളത്തിലേക്ക് കളയാണ്. താറാവിൻ്റെ കൂട്ടത്തെ കാലുകളൊക്കെ ഉണ്ട് ഇനി. കണ്ട, ഇത് കിടന്ന് പെടച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എങ്ങനെയെങ്കിലും വെള്ളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറപ്പിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ആൾ വെള്ളത്തിലേക്ക് പോയിട്ടാ. അങ്ങനെ നേരെ നമ്മൾ ആങ്കർ വെക്കുകയാണ്. രാത്രി നമ്മൾ വല വലിക്കാറില്ല. ഈ ആങ്കറിൻ്റെ ഭാരം എന്തോരം ഉണ്ടാവും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നേരെ കടലിലേക്ക് ഇട്ടിട്ടുണ്ട്. പലരുടെയും സംശയമാണ് ഈ റോപ്പ് അടി വരെ എത്തും, റോപ്പ് അടി വരെ എത്തും. അത്രയും റോപ്പ് നമ്മുടെ ബോട്ടിൻ്റെ അണിയത്തുണ്ടാവട്ടെ. ബോട്ട് നമ്മൾ ആങ്കർ ചെയ്തിട്ടേക്കാണ്. ഇപ്പോൾ കടലിൽ നല്ല കവരാട്ടുണ്ട്, കവരി. നമുക്കൊന്ന് കണ്ടേച്ചു തരാട്ടാ. ഞാൻ കാണിച്ചു തരാം. എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാണിച്ചു തരാട്ടാ. കുറച്ച് വെള്ളം കോരിട്ടെടുത്തിട്ട് കടലിലേക്ക് കണ്ടാ. കവര് നല്ല രീതിയിലുണ്ട്, പക്ഷേ ഫോണിൽ എന്തോരം നോക്കിയിട്ടും കിട്ടണം മര്യാദക്ക്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നമ്മളിവിടെ എൻ്റെ ഏൽപ്പിക്കുകയാണ്. വീണ്ടും ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.